നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. ഞാൻ ആൻമരിയ. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മോദിക്കൊപ്പം 72 അംഗ മന്ത്രിസഭയും സത്യവാചകം ചൊല്ലി. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലിയത്. നരേന്ദ്രമോദിക്ക് പിന്നാലെ രാജ്നാഥ് സിംഗും തുടർന്ന് അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं संघ के मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. കേരളത്തിൽ നിന്ന് സഹമന്ത്രിമാരായി മന്ത്രിസഭയിലെത്തിയ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ദൈവനാമത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, George Kurian, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall. ആകെ 72 മന്ത്രിമാർ ഇന്ന് മോദി മന്ത്രിസഭയുടെ ഭാഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതിൻ ഗഡ്കരി, എസ് ജയശങ്കർ, നിർമ്മല സീതാരാമൻ, അർജുൻ രാം മേഘ്വാൾ, എച്ച്.ഡി. കുമാരസ്വാമി തുടങ്ങിയവരും മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം നാളെ ചേരും. വൈകിട്ട് 5 മണിക്കാണ് മന്ത്രിസഭാ യോഗം. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനായി കേന്ദ്ര നിരീക്ഷകരെ BJP പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് എന്നിവരാണ് നിരീക്ഷകർ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നാളെ ആദ്യ മന്ത്രിസഭാ യോഗം, വിവരങ്ങൾ. ആൻമരിയ, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ പേരുകൾ സംബന്ധിച്ച് രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനം ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മൂന്നാം മോദി മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം സംബന്ധിച്ചുള്ള സൂചനകളും ലഭ്യമായിരിക്കുന്നത്. നാളെ തന്നെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നാളെ വൈകിട്ട് 5 മണിക്കായിരിക്കും ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക. കേരളത്തിൽ നിന്നും ഈ സത്യപ്രതിജ്ഞ ചെയ്ത രണ്ടുപേരും, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനവും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പായി തന്നെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. കൂടാതെ ഒഡീഷയിൽ നിലവിൽ മുഖ്യമന്ത്രി ആര്, സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനായുള്ള നിരീക്ഷകരെയും BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് എന്നിവരാകും ഒഡീഷയിൽ എത്തി ഈ സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് ഈ BJP ദേശീയ നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുക. ശരി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം നാളെ ചേരും. വൈകിട്ട് 5 മണിക്കാണ് മന്ത്രിസഭാ യോഗം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി. അടുത്ത റിപ്പോർട്ടിലേക്ക്. വകുപ്പ് ഏതാണെന്ന് ഇപ്പോഴും അറിയില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിനും തമിഴ്നാടിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാർ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് എന്റെ ഉദ്ദേശവും. അത് ഞാൻ പറയും, ഇനിയും പറയും. നമുക്ക് ഫോറംസ് ഉണ്ട്. ഒന്നും ഒരാഗ്രഹവും ഇല്ല. എന്ത് തന്നാലും ഏറ്റെടുക്കണം. എത്രയുള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ തന്നെ സംസ്ഥാന സർക്കാരുമായി പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ കഴിഞ്ഞ മന്ത്രിക്കുണ്ടായിരുന്നു. ആ അഭിപ്രായ ഭിന്നതയൊന്നും ഇല്ലാതെ നല്ലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പോകുന്നതിന് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി. ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, തമിഴ്നാടിന് വേണ്ടി. ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ചു നിൽക്കും. ഇങ്ങോട്ട് അത് മുടക്കാനായിട്ട് വരാതിരുന്നാൽ മതി. അത്രയുള്ളൂ. അല്ല, കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ. വലിയ എളുപ്പമല്ലേ. രാഷ്ട്രീയവും മതവും നോക്കാതെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനം ആവശ്യമാണ്.
അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ശ്രമിക്കുക. അതൊരു ഡ്യൂട്ടിയാണ്, ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. ആ കാര്യത്തിൽ സംശയമില്ല. എല്ലാവരുടെയും ക്ഷേമമാണ് നോക്കുന്നത്, എല്ലാ സമുദായത്തിൻ്റെയും ക്ഷേമമാണ് നോക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി പടപൊരുതി ജയിച്ച ഒരു നേതാവാണ്, ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഒരു നേതാവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സംഘടനയുടെ ഒരാൾ എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുടെ വിജയം നൽകുന്ന ഒരു ആനുകൂല്യമാണ്. നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്ന നടൻ മോഹൻലാൽ ഡൽഹിയിലേക്ക് പോകും മുൻപ് സുരേഷ് ഗോപി വിളിച്ചിരുന്നു. മലയാള സിനിമാ മേഖലയ്ക്ക് അഭിമാന നിമിഷമാണെന്നും മോഹൻലാൽ 24-നോട് പറഞ്ഞു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ സുരേഷ് ഗോപിക്ക് എന്റെ ആശംസകൾ. 3ാം മോദി സർക്കാരിന്റെ ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു. വ്യക്തിപരമായിട്ടും എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹമായിട്ട്. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, ബോധ്യമുള്ളതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫിലിം ഫ്രട്ടേണിറ്റിക്കും വലിയൊരു അഭിമാനം തന്നെയാണ്. വേറെ ഭാഷകളിൽ നിന്നൊക്കെ കേന്ദ്രമന്ത്രിമാരായിട്ട് ആൾക്കാർ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാഷയിൽ നിന്ന് ആദ്യമായിട്ടാണല്ലോ ഒരാൾ പോകുന്നത്. വിളിച്ചിരുന്നു. അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നതിന് വിളിച്ച് സംസാരിച്ചിരുന്നു. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൻ ആഘോഷമാക്കി കേരളത്തിലെ BJP പ്രവർത്തകർ. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വിവിധയിടങ്ങളിൽ പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷിച്ചത്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിലും തിരുവനന്തപുരത്തെ ചെറു കവലകളിലും പ്രവർത്തകർ പായസം വിതരണം ചെയ്തു. കോഴിക്കോട് NDAയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. വെള്ളയിൽ മുതൽ കോഴിക്കോട് ബീച്ച് വരെ നടന്ന ജാഥയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തൃശൂരിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നത്. ആദ്യമായി അക്കൗണ്ട് തുറക്കാനായതും സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചതും ആവേശം ഇരട്ടിയാക്കി. അതെ, ഭയങ്കര സന്തോഷമാണ്. തൃശ്ശൂര് സുരേഷ് ഗോപി MP ആയതിന്റെ സന്തോഷം, സുരേഷിന്റെ കേന്ദ്രമന്ത്രി ആയതിന്റെ സന്തോഷം, അങ്ങനെ ഇരട്ടി സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചതും തൃശ്ശൂരിന് എന്തായാലും ഒരു പുതിയൊരു വികസന മുഖം കൊണ്ടുവരാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്ന് തന്നെയാണോ വിശ്വാസം? നേതാക്കൾ ഡൽഹിയിലായതിനാൽ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. ന്യൂസ് ഡെസ്ക് 24. 3ാം മോദി സർക്കാരിൽ ഘടകകക്ഷികൾക്കും അർഹമായ പരിഗണന. JDU, TDP ഉൾപ്പെടെ ഘടകകക്ഷികളിൽ നിന്ന് 12 പേർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു. ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനാൽ NCP, അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് ആരും സത്യപ്രതിജ്ഞ ചെയ്തില്ല. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത 3ാം മോദി സർക്കാരിൽ മന്ത്രിസ്ഥാനത്തിനായി ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. NDAയിലെ 2-3 സ്ഥാനങ്ങളിലുള്ള ഘടകകക്ഷികളായ TDP, JDU എന്നിവയിൽ നിന്നും 2 മന്ത്രിമാർ വീതം സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം രാംമോഹൻ നായിഡു, ചന്ദ്രശേഖർ പെമ്മസാനി എന്നിവരാണ് TDP മന്ത്രിമാർ. മുൻ ദേശീയ അധ്യക്ഷൻ ലലൻ സിംഗ്, രാംനാഥ് ഠാക്കൂർ എന്നിവരാണ് JDU മന്ത്രിമാർ. RLD അധ്യക്ഷൻ ജയൻ ചൗധരി, LJP രാംവിലാസ് വിഭാഗം അധ്യക്ഷൻ ചിരാഗ് പസ്വാൻ, JDS നേതാവ് HD കുമാരസ്വാമി, ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് പ്രതാപ് റാവു ജാദവ്, ഹിന്ദുസ്ഥാനി അവാ മോർച്ച അധ്യക്ഷൻ ജിതിൻ റാം മാഞ്ചി, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അംഗം ചന്ദ്രപ്രസാദ് ചൗധരി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അധ്യക്ഷൻ രാംദാസ് അത്താവ്ലെ, അപ്നാദൾ സോണിലാൽ നേതാവ് അനുപ്രിയ പട്ടേൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാൻ BJP തയ്യാറാകാത്തതിനെ തുടർന്ന് മന്ത്രിസഭയിൽ ചേരാനില്ലെന്ന് NCP വ്യക്തമാക്കി. ക്യാബിനറ്റ് പദവി ലഭിക്കുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അജിത് പവാർ അറിയിച്ചു. 24 ഡൽഹി. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയായി വിദേശ രാഷ്ട്ര തലവന്മാർ. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പങ്കെടുത്തു. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ പ്രാതിനിധ്യം ശ്രദ്ധേയമാണ്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ,
ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നംഗ്യേൽ വാങ്ചുക്, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് എന്നിങ്ങനെ 7 ലോകരാഷ്ട്ര നേതാക്കളാണ് ചടങ്ങിന്റെ ഭാഗമായത്. വീണ്ടും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് നിരവധി ലോക നേതാക്കളും പ്രമുഖരും ആശംസകൾ അറിയിച്ചു. വിവിധ മതവിഭാഗത്തിൽ നിന്നുള്ള 50ഓളം പുരോഹിതരും ചടങ്ങിലേക്കെത്തി. അഭിഭാഷകർ, ഡോക്ടേഴ്സ്, കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾക്കും ക്ഷണമുണ്ടായിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മാത്രമാണ് പങ്കെടുത്തത്. ഇവർക്ക് പുറമെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, സംഘടനാ ചുമതല വഹിക്കുന്ന ഭാരവാഹികൾ എന്നിങ്ങനെ 1000-ലധികം വ്യക്തികളും സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയായി. 24 ഡൽഹി. തൃശൂർ കുന്നംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. സുഹൃത്തുക്കളുമായുണ്ടായ തർക്കത്തിൽ മർദ്ദനമേറ്റാണ് വിഷ്ണു മരിച്ചത്. തർക്കത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ മരണത്തിൽ ആദ്യം തന്നെ ദുരൂഹത ആരോപിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഈ കേസിൽ ദുരൂഹത നിലനിൽക്കുന്നതിനിടയിലാണ് നിർണായകമായ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. 9 മണിക്ക് ശേഷമാണ് കുന്നംകുളം റോയൽ ആശുപത്രിയിൽ വിഷ്ണുവിന് ഇത്തരത്തിൽ ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആ സമയത്ത് ഈ വിഷ്ണു മരിച്ചിരുന്നു. ഈ ഡോക്ടർ പരിശോധിച്ചതിൽ നിന്ന് ഏറെ നേരം മുമ്പാണ് ഈ മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തി. ഇതോടെ ഡോക്ടർ ഈ വിവരം പോലീസിനെ അറിയിക്കുമെന്ന് ഒപ്പമുണ്ടായിരുന്ന യുവാക്കളോട് പറയുകയായിരുന്നു. ആ സമയത്ത് ഇവർ വലിയ രീതിയിൽ ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടു. പിന്നീട് പോലീസിനെ ഇവർ വിവരം അറിയിച്ചു. ഇതനുസരിച്ച് പോലീസ് ഈ 3 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇപ്പോൾ ഈ നിർണായകമായ വിവരത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ വിഷ്ണുവിന് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റു എന്ന നിലയിലേക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ ഡോക്ടർ ഇത് കണ്ടെത്തിയതോടുകൂടിയാണ് ഇവരുടെ ഈ കൊലപാതക ശ്രമം മറച്ചുവെക്കാനുള്ള നീക്കം പുറത്തായത്. എന്തായാലും നിലവിൽ 3 യുവാക്കൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതുമായി മറ്റ് ആർക്കെങ്കിലും ബന്ധമുണ്ടോ, അതോ കൂടുതൽ പേർക്ക് ഈ സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ആ ദൃശ്യങ്ങളിൽ നിരവധി പേർ അവിടെ നിന്നും ഈ സംഭവം കണ്ടതിന് ശേഷം ഓടി മാറുന്നതെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് കുന്നംകുളം പോലീസ് കടന്നിട്ടുണ്ട്. ആൻമരിയ. ശരി, തൃശൂർ കുന്നംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും സൂരജ് സജി. ഗൾഫ് ഫോക്കസ് തുടരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണിലാൽ, ഭാര്യ സ്മിത, മകൻ അഭിലാൽ എന്നിവരാണ് മരിച്ചത്. ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, എന്തൊക്കെയാണ് വിവരങ്ങൾ? അൻമരിയ, ഇന്ന് രാത്രിയോടുകൂടിയാണ് ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അത് ഈ ആത്മഹത്യ എന്നാണ് പോലീസ് പറയുന്നത്. അത് ആഹാരത്തിൽ സൈനൈഡ് കലർത്തി കഴിച്ചതോടുകൂടിയാണ് ഈ മരണം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നെയ്യാറ്റിൻകര കൂട്ടപ്പന ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള 3 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രദേശത്തേക്ക് വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ് എന്നാണ് വിവരം. ഈ മരണകാരണം വ്യക്തമല്ല, എങ്കിലും അതൊരു ആത്മഹത്യയാണ് എന്ന നിലയിലാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ഈ ആത്മഹത്യക്കുണ്ടായ കാരണം എന്നതുൾപ്പെടെയുള്ള വിഷയത്തിൽ പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഗൃഹനാഥനായ മണിലാൽ, ഭാര്യ സ്മിത, ഒപ്പം മകൻ അഭിലാൽ എന്നിവരാണ് ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ 3 പേർ. ആൻമരിയ. ശരി, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സലീം മാലിക്. ഹജ്ജിനോടനുബന്ധിച്ച് അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് മക്കയിലെ അറഫ മൈതാനം. ടെന്റുകളുടെ നിർമ്മാണവും മറ്റും പുരോഗമിക്കുകയാണ്. അറഫയിലെ ജബൽ റഹ്മ മലയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമം നടക്കുന്ന വേദിയാണിത്. അറഫ മൈതാനം. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും, ഏതാണ്ട് 25 ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകർ ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മം കൂടിയാണ് അറഫ സംഗമം. ദുൽഹജ്ജ് 9, അതായത് ഹജ്ജിന്റെ 2ാമത്തെ ദിവസമാണ് അറഫ സംഗമം നടക്കുന്നത്. അതിനുള്ള
അറഫ സംഗമത്തിനുള്ള പ്രധാനപ്പെട്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് ടെന്റുകളുടെ പണി നടക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജബുൽ റഹ്മ എന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രവാചകൻ മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ആ മലയാണ് ജബുൽ റഹ്മ എന്ന ഈ പർവ്വതം. ഇവിടെയും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകർ ഇപ്പോൾ ഹജ്ജിനെത്തിയ തീർത്ഥാടകർ ഇവിടെ വന്ന് അറഫ മൈതാനം സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജബുൽ റഹ്മ എന്ന മലയിൽ കയറുന്നു. ഈ ചരിത്ര പ്രാധാന്യമുള്ള പുണ്യമേറിയ സ്ഥലങ്ങളെല്ലാം തീർത്ഥാടകർ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ. ഈ ദുൽഹജ്ജ് 9 ഉച്ചയ്ക്ക് ശേഷമാണ് തീർത്ഥാടകർ അറഫയിലേക്ക് പ്രവേശിക്കുന്നത്. അറഫ സംഗമം അന്ന് മുഴുവൻ വൈകുന്നേരം വരെ, അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അതായത് ദുൽഹജ്ജ് 9 ഹജ്ജിന്റെ 2ാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ തീർത്ഥാടകർ ഈ അറഫയിൽ സംഗമിച്ച് പാപമോചന പ്രാർത്ഥനകളിലും മറ്റും മുഴുകുകയാണ് ചെയ്യുന്നത്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മുഴുവനും പ്രാർത്ഥനകളിലും മറ്റു ആരാധനാ കർമ്മങ്ങളിലും തീർത്ഥാടകർ മുഴുകും. അന്നത്തെ പ്രാർത്ഥനയ്ക്ക്, അറഫയിൽ വെച്ചുള്ള അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന ഉത്തരം ലഭിക്കും എന്ന ഒരു ഉറപ്പ് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന ഒരു പ്രവാചക വചനം പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ അറഫ സംഗമത്തിന് വേണ്ടിയാണ് തീർത്ഥാടകർ കാത്തിരിക്കുന്നത്. ദുൽഹജ്ജ് 8 അതായത് ഹജ്ജിന്റെ ആദ്യത്തെ ദിവസം പിറ്റേ ദിവസം നടക്കുന്ന അറഫ സംഗമത്തിനുള്ള തയ്യാറെടുപ്പിന് മാത്രമായാണ് മീനായിൽ താമസിക്കുന്നത്. ഏതായാലും അറഫ മൈതാനം ദശലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്. അറഫ മൈതാനത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർ സ്വൈഗ കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദിയുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ആവശ്യമായി കൂടുതൽ സഹകരണങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെയും ഇന്ത്യ മുന്നണിയുടെയും തിളക്കമാർന്ന വിജയത്തിൽ OICC അൽ ഹസ ഏരിയ കമ്മിറ്റി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അൽ ഹസ OIC ആക്ടിംഗ് പ്രസിഡന്റ് അർഷദ് ദേശമംഗലത്തിന്റെ അധ്യക്ഷതയിൽ ദമ്മാം റീജിയണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷാഫി കുദിർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ കോട്ടയിൽ, നവാസ് കൊല്ലം, റഫീഖ് വയനാട്, റഷീദ് വരവൂർ, ഹഫ്സൽ സബീന അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ലോക കേരള സഭാ അംഗവും ദമ്മാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാനുമായ സുനിൽ മുഹമ്മദിന്റെ മാതാവ് റാബിയ മുഹമ്മദ് അന്തരിച്ചു. 76 വയസ്സാണ്. സലീം നാസിർ എന്നിവരാണ് മറ്റു മക്കൾ. റജി, ഷബാന, ഷഫിദ എന്നിവർ മരുമക്കളാണ്. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ 10:30 എറണാകുളം സെൻട്രൽ മസ്ജിദിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഐലൻഡിൽ മൈൻഡിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. നടി അനു സിത്താര മുഖ്യാതിഥിയായി. കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. മലയാണ്മയും മലയാള തനിമയും മലയാളികളുടെ പൈതൃകവും തനത് സംസ്കാരവും നെഞ്ചിലേറ്റുന്ന മലയാളി പ്രവാസികളുടെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലാണ് പൂരങ്ങളും പെരുന്നാളുകളും ഉത്സവങ്ങളും നിറയും. അയർലൻഡിനെ ത്രസിപ്പിക്കുന്ന മൈൻഡിന്റെ പൂരക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വർഷവും ഇതേ വേദിയിൽ അയർലൻഡിലെ പൂരപ്രേമികൾ സംഗമിക്കും. അയർലൻഡിൽ നിന്നും ടോബി വർഗീസ്, ദിലീപ് കാലന്തൂർ എന്നിവരോടൊപ്പം അനീഷ് കെ ജോയ്.
ഗസിം പ്രവാസി സംഘം സെൻട്രൽ ഏരിയ കമ്മിറ്റി ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 27-ന് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള മികച്ച ടീമുകളെ പങ്കെടുപ്പിച്ച് ബുറൈദ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക എന്ന് ചെയർമാൻ നൌഷാദ് കോഴിക്കോട്, കോഓർഡിനേറ്റർ ദിനേശ് മണ്ണാർക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൂർണമെന്റിന്റെ നടത്തിപ്പിനായി സംഘടിപ്പിച്ചിട്ടുള്ള സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശിവദാസൻ നിർവഹിച്ചു. വാർത്താസമ്മേളനത്തിൽ ഷൌക്കത്ത് ഒറ്റപ്പാലം, രമേശൻ പോള, സുരേഷ് മാനന്തവാടി തുടങ്ങിയവരും പങ്കെടുത്തു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ കോർണിഷ് സോക്കർ ക്ലബ്ബ് അൽ ഖോബാർ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഷ്റഫ് സോണിയെയും ജനറൽ സെക്രട്ടറിയായി ജുനൈദ് നീലേശ്വരത്തെയും ട്രഷറിയായി ഹനീഫ പന്തല്ലൂരിനെയും തെരഞ്ഞെടുത്തു. സക്കീർ വള്ളക്കടവാണ് പുതിയ ചെയർമാൻ. അൽ ഖോബാർ അപ്സര ദർബാർ ഓഡിറ്റോറിയത്തിന്റെ റഫീഖ് ചാച്ചാന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം സക്കീർ വള്ളക്കടവ് ഉദ്ഘാടനം ചെയ്തു. ജുനൈദ് നീലേശ്വരം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷഫീഖ് പട്ലയാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ തട്ടിപ്പ്. സ്കൂളിൽ ജോലി ഒഴിവുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പരസ്യം നൽകിയാണ് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നത്. ദുബായ് ജോബ് എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ നിരവധി തസ്തികകളിൽ ജോലി ഒഴിവുണ്ടെന്നും പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടെ അയച്ചു നൽകണമെന്നുമാണ് ഇവർ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത്. ജോലി ആവശ്യമുള്ളവർ വിസയ്ക്കും വിമാന ടിക്കറ്റിനും മറ്റുമായി വൻതുക നൽകാനും സംഘം ആവശ്യപ്പെടുന്നുണ്ട്. സ്കൂൾ ജീവനക്കാർക്ക് സാധാരണ ലഭിക്കുന്നതിലും കൂടുതൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ തട്ടിപ്പ് നടത്തുന്നവർ വാഗ്ദാനം ചെയ്യുന്നത്. വ്യാജ സന്ദേശം പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും ഇത്തരം അനധികൃത നീക്കങ്ങൾക്കും ഇവ പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര അറിയിച്ചു. UAE ഗവൺമെന്റുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പോലീസുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായ നടപടിയുമായിട്ട് ഷാർജ അസോസിയേഷൻ പോകും. ഞങ്ങൾ ഒരാളെ പോലും, ഒരു കമ്പനിയെ പോലും ഓതറൈസ് ചെയ്തിട്ടില്ല. ഇതിന് വ്യവസ്ഥാപിതമായ ഒരു മാർഗരേഖ ഇവിടെ ഉണ്ട്. ഷാർജ അസോസിയേഷനും സ്കൂളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും എങ്ങനെയാണ് ടീച്ചിങ്ങിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് എന്നത് ഇവിടെ വ്യക്തമായ രൂപരേഖയുണ്ട്. അതിനനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരുന്നുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന എന്തും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്ലീസ് ഡു നോട്ട് ഫോർവേഡ് ടു അതേഴ്സ് ആൻഡ് ഡിലീറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇതിനോടകം നിരവധി ആളുകൾ ഈ സംഘത്തിന്റെ വലയിൽ വീണിട്ടുണ്ട് എന്നാണ് സൂചന. ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ വ്യക്തമാക്കി. അരുൺ പാറട്ട്, 24 ദുബായ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 3ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ സബാഹ്. കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറക് അൽ സബാഹും അഭിനന്ദനം നേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ പ്രധാനമന്ത്രിക്ക് അയച്ച അഭിനന്ദന സന്ദേശത്തിൽ ഇരുവരും അനുസ്മരിച്ചു. കുവൈറ്റിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ എറണാകുളം ജില്ലാ അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വർഗീസ് പോൾ ഇഞ്ചക്കലാണ് പ്രസിഡന്റ്. തങ്കച്ചൻ ജോസഫിനെ ജനറൽ സെക്രട്ടറിയായും പ്രിൻസ് ബേബിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. 2008 നിലവിൽ വന്ന സംഘടന കുവൈറ്റിലും നാട്ടിലുമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ജയത്തിനായി പൊരുതുന്നു. 120 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാൻ 3 വിക്കറ്റിന് 70 റൺസ് പിന്നിട്ടു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 119 ഓൾ ഔട്ടാവുകയായിരുന്നു. 42 റൺസെടുത്ത ഋഷഭ് പന്തിന് മാത്രമാണ് ഇന്ത്യൻ നിരയിൽ പിടിച്ചു നിൽക്കാനായത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.